ഫ്രണ്ട്സ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ റിപ്പയർ ചെയ്ത ആളുടെ അടുത്ത് ഇത് കൊണ്ടു ചെന്നപ്പോൾ അനുഭവം എക്സ്പീരിയൻസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഷോർട്ട് കീ ഡയോഡിൻ്റെ ലെഗ് ക്രാക്ക് ആയതാണ്. പിന്നെ വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ളൊരു ചെക്കിങ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കാൻ പോണത്. വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ കാരണം അതിൻ്റെ കപ്പാസിറ്റർ തന്നെ പോയതാണ്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ടിട്ട് നമ്മൾ ചെക്കിങ് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് കീ ഡയോഡ് നമ്മൾ ആ ബോർഡിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് വേറൊരു ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ 3 ലെഗ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഈ വെച്ചിരിക്കുന്ന ഷോർട്ട് കീ ഡയോഡിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. നമ്മുടെ 2 ലെഗ് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ലെഗും കൂടി നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് നേരെ ബോർഡിൽ നമ്മൾ സോൾഡർ ചെയ്ത് കയറ്റുക. ഇത്രയുള്ള പരിപാടി ഇതിൻ്റെ. നമുക്ക് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കയറ്റാം. ഇത് സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സാധാരണ സോൾഡർ ചെയ്യണ മാതിരി സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ ലെഗ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം കൂടുതൽ ഹീറ്റായി കഴിഞ്ഞാൽ ആ ലെഗ് അത് മുന്ന് വിട്ടു പോരും. അപ്പോൾ ഒരു നോർമൽ റേഞ്ചിൽ വെച്ചിട്ട് വേണം നമ്മൾ സോൾഡർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ലെഗാണ് സോൾഡർ ചെയ്യുന്നത്. ഇതിൻ്റെ സോൾഡറിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കപ്പാസിറ്റർ ഒന്ന് മാറ്റിയിടാണ്ട് അത് നോക്കാം. ഫ്രണ്ട്സ്, ഇതാണ് അതിൻ്റെ കംപ്ലൈൻ്റ് കപ്പാസിറ്റർ. ഇത് വന്നിട്ട് 25 വോൾട്ട് 3200 UF കപ്പാസിറ്റർ. സെയിം വാല്യൂ ഉള്ള കപ്പാസിറ്റർ തന്നെയാണ് നമ്മൾ ഇടുന്നത്. കമ്പനി വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ചെറിയ വലിപ്പം കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ സോൾഡറിങ് പേസ്റ്റൊക്കെ കൊടുക്കണം. ഞാനതൊക്കെ കൊടുത്തിട്ടാണ് സോൾഡർ ചെയ്യണത്. വീഡിയോ ലെങ്ത് കൂടുന്നുള്ള കാരണം കൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ DC to DC കൺവെർട്ടറിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ ഇത്ര നേരം ഇത് യൂസ് ചെയ്തിരുന്നത് നോർമൽ നമ്മുടെ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ബ്രിഡ്ജ് ചെയ്തിട്ട് ആണ് നമ്മളിത് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ SMPS നമ്മൾ റെഡി ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ DC to DC കൺവെർട്ടർ വെച്ച് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിന് ആകെ വന്നേക്കണ ചിലവ് എന്ന് പറയുന്നത് 25 രൂപയാണ്. അപ്പോൾ ടെക്നീഷ്യൻ പറഞ്ഞത് ഇതിന് 500 രൂപയ്ക്ക് മേലെയാവും. IGBT പോയതാണ് പറഞ്ഞത്. IGBT ഒന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ ഓൾറെഡി എല്ലാം ഓക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ SMPS പ്രോപ്പറായിട്ട് 12 വോൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ടിൽ നമ്മൾ സോങ് പ്ലേ ചെയ്യുമ്പോൾ അത് 6 വോൾട്ട് 3 വോൾട്ടിലേക്ക് ഡ്രോപ്പ് ആവുമായിരുന്നു. ഇപ്പോൾ സ്റ്റഡി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ 3 വോൾട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫുൾ സ്പീക്കറോട് കൂടി സെറ്റ് ചെയ്തു. ടെസ്റ്റിങ്ങിന് വേണ്ടി ചെക്ക് ചെയ്തു. ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക്സ്.